ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടുകൂടിയാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് യൂട്യൂബിൽ നിന്നും സെക്കൻഡ് ഏണിങ്സും കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഏണിങ്സ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതുപോലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ എന്തായാലും സെക്കൻഡ് ഏണിങ്സും കിട്ടിയിരിക്കുകയാണ്. അടുത്ത തേർഡ് ഏണിങ്സ് വന്നും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. കാരണം യൂട്യൂബ് എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ഒരുപാട് ഓടി 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 കുഴഞ്ഞിട്ടും ഒന്നും ആവാതിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഇനിയിപ്പം ചാനലൊക്കെ അങ്ങ് നിർത്തി അങ്ങ് പോയേക്കാം, നമ്മളെ കൊണ്ട് പറ്റില്ല, കൂട്ടിയാൽ കൂടില്ല, ഓടിയാൽ എത്തില്ല എന്നൊരു ധാരണ വന്നപ്പോഴത്തേക്ക് അങ്ങ് നിർത്താമെന്ന് വിചാരിച്ചു. എങ്കിലും എനിക്ക് ഇതിനകത്ത് തന്നെ സപ്പോർട്ടായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, യൂട്യൂബിൽ തന്നെ സപ്പോർട്ടായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോ അപ്പോ പേര് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഈ ഒരു ഏണിങ്സിൽ നേടിയിട്ട് ഇവിടെ വന്നിരിക്കാൻ എനിക്ക് പറ്റുന്നത്. അദ്ദേഹത്തിനോടുള്ള കടപ്പാട് എനിക്ക് പറഞ്ഞാൽ തീരില്ല. ഞാൻ പോലും അറിയാതെ എന്റെ ചാനലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോ വഴിയെ ഞാൻ അദ്ദേഹത്തോട് പെർമിഷൻ വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിന്റെ പേര് ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോ യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയാൻ വയ്യാതിരുന്ന എന്നെ ഇത്രയുമൊക്കെ ആക്കി തീർത്ത അദ്ദേഹമാണ്. എന്റെ ചാനലിനെ ഇത്രയേറെ വളർത്തിയെടുത്തതും അദ്ദേഹമാണ്. എനിക്ക് അദ്ദേഹം തന്ന ഒരു വാക്കാണ്, ഈ ചാനൽ ഞാൻ എടുക്കുകയാണ് എന്നൊരു വാക്ക് അദ്ദേഹം എനിക്ക് തന്നിരുന്നു. ആ വാക്ക് അദ്ദേഹം അതേപോലെ പാലിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു മിടുക്കൊണ്ട് മാത്രമാണ് എന്റെ ചാനൽ ഇങ്ങനെ പോകുന്നത്. അദ്ദേഹം പറയുന്ന രീതിക്ക് അനുസരിച്ച് ഞങ്ങൾ വീഡിയോസ് ഒക്കെ ചെയ്ത് എന്താ പറയാ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോടാണ് നന്ദി പറയാനുള്ളത്. അപ്പോൾ എന്തായാലും സെക്കൻഡ് ഏണിങ്സ് എനിക്ക് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം, ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഒരുപാട് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമുണ്ട്. കാരണം എല്ലാവരും കളിയാക്കിയാണ്, നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് എന്ത് കിട്ടാനാണ്, നിങ്ങൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്, ഇതിനേക്കാൾ മുമ്പ് ചാനൽ തുടങ്ങിയവർക്കൊക്കെ ഒന്നും കിട്ടിയിട്ടില്ല, പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് മുമ്പിൽ നാണം കെട്ട് നാറിയ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അവരോടൊക്കെ എനിക്ക് ഇപ്പൊ പറയാനുള്ളത്, ഞങ്ങൾ നേടിയെടുത്തു, ഒരു തവണയല്ല 2 തവണ നേടിയെടുത്തു, 3ാമത്തെ തവണ ഞങ്ങൾക്ക് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. അപ്പോ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. യൂട്യൂബിൽ ചാനൽ വീഡിയോസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആയവര് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ, ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് ഓരോന്നും വൈറ്റ് സ്റ്റുഡിയോയിൽ ഓരോന്നും ചെയ്യേണ്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ ബിഗിനേഴ്സ് ഉണ്ടല്ലോ, ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഓരോ ചാനൽ യൂട്യൂബേഴ്സും ചെയ്തു തന്നെയാണ് പോകുന്നത്. അപ്പൊ അവർക്കൊന്നും ഇപ്പൊ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാനൊക്കെ തുടങ്ങിയ സമയത്താണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലാതാണ് ഞാൻ തുടങ്ങിയത്. അപ്പം എനിക്ക് അവിടെ ഹെൽപ്പിന് ആളുണ്ടായിരുന്നു. അപ്പം എങ്കിലും നിങ്ങളൊക്കെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, പിന്നെ സബ് കൂടാനായിട്ടാണ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. ഒരു ദിവസം ഒരു 10 ഷോർട്സ് എങ്കിലും അപ്ലോഡ് ചെയ്യുക. ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് 10 ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യായിരുന്നു ഒരു ദിവസം. അപ്പൊ എന്നെ എല്ലാവരും കളിയാക്കും, നാണമില്ലേ, യൂട്യൂബ് തുറന്നാൽ ഉടനെ നിങ്ങളുടെ വീഡിയോ ഇത് എന്തുവായത്, എന്തിനെങ്ങനെയൊക്കെ കാണിക്കുന്നത്, കോപ്രായങ്ങൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് നാണം കെട്ട് നമ്മൾ വശം കെട്ട് മറുപടി നൽകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആരും പറയുന്നത് കാര്യമാക്കണ്ട. ഒരു 10 ഷോർട്സ് എങ്കിലും അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയാ വ്യൂസ് ആയാലും സബ്സ്ക്രൈബേഴ്സ് ആയാലും ഒക്കെ കൂടെ ഉള്ളൂ കേട്ടോ. അത് എന്താണ് അനുഭവത്തിലൂടെ പറയുന്ന കാര്യമാണ് കേട്ടോ. പിന്നെ വൈറ്റി സ്റ്റുഡിയോ എന്ന് പറയുന്നത്, വൈറ്റി സ്റ്റുഡിയോ നമ്മൾ ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ വൈറ്റി സ്റ്റുഡിയോ അപ്ലോഡ് ചെയ്തെടുക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. കാരണം അതിനകത്ത് വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ഞാൻ പറയാനാണെങ്കിൽ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കാണുന്നതെന്ന് നമുക്ക് അറിയാം. നിങ്ങൾ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. അപ്പോ ഞാൻ അതിനെ റഫായിട്ടൊന്നും പറയാം, എനിക്ക് ആധികാരികമായിട്ടൊന്നും അറിയില്ല എങ്കിൽ പോലും ഞാൻ ചെയ്യുന്ന രീതികൾ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് എനിക്കൊരു താല്പര്യം വന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ്. ഞാൻ പറഞ്ഞു തരുന്നത് ഒരുപാട് അറിവിന്റെ ആ ഒരു ഇതിൽ നിന്നുകൊണ്ടൊന്നും അല്ല, എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയണം. വൈറ്റ് സ്റ്റുഡിയോ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഡാഷ്ബോർഡ്, കണ്ടന്റ്, അനലറ്റിക്സ്, കമ്മ്യൂണിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അല്ലെ. അപ്പോ ഇവിടെ അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു വൈറ്റ് സെറ്റിംഗ്സ് വരുമ്പോൾ റെക്കമെൻഡേഷൻ ലഭിക്കണമെങ്കിൽ, നമുക്ക് റെക്കമെൻഡേഷൻ ചാനലിൽ നമ്മുടെ കിട്ടണമെങ്കിൽ സെറ്റിംഗ്സ്, എന്തെല്ലാം സെറ്റിംഗ്സ് അതിലുണ്ടോ അതെല്ലാം ഓപ്പൺ ആക്കി നമ്മൾ പറ്റുകയുള്ളൂ. എന്നെങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസിനായാലും ഷോർട്സിനായാലും ഒക്കെ റെക്കമെൻഡേഷൻ വരികയുള്ളൂ. അപ്പോ അവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹോം ടാബ് എന്നൊരു സംഭവം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്തിലെ നമ്മുടെ ചാനൽ വൈറ്റി സ്റ്റുഡിയോക്കകത്ത് നമ്മുടെ പ്രൊഫൈലിന്റെ അവിടെ പോവുക. അവിടെ ഒരു ആ ഒരു സൈഡിൽ നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു നമ്മുടെ ആ ഒരു പ്രൊഫൈലൊക്കെ വെച്ചിട്ട് ചാനലിന്റെ ആ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വരും. സെറ്റിംഗ്സ്, സെൻഡ് ഫീഡ്ബാക്ക്, ഹെൽപ്പ് സെന്റർ,
ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അതില് പിന്നെ എന്താണ് നമ്മൾ അതിലൊന്നിലും ഇപ്പൊ നമ്മൾ പോകണ്ട. ആദ്യം നമ്മൾ നമ്മുടെ ചാനലിന്റെ പേരിന്റെ റൈറ്റ് സൈഡിൽ ഒരു പെൻസിൽ ഐക്കൺ കാണും. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഹോം ടാബ് എന്ന് താഴെ വരും. ആ ഹോം ടാബിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? മുഴുവനും ഓൺ ആയിരിക്കണം. നമുക്കത് ഓഫ് ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ റെക്കമെൻഡേഷൻ കിട്ടാൻ വഴിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആ ഹോം ടാബ് മുഴുവനും എന്ത് ചെയ്യുക? ഓൺ ആക്കുക. ഹോം ടാബ്, ഹോം ലേഔട്ട്, ഫോർ യു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യുക? നിങ്ങൾ മുഴുവനും ഓൺ ആക്കി ഇടുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ പോകേണ്ടത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഹോം ടാബ് ഫോർ യു എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് പല ഓപ്ഷൻസ് വരും. അതായത് കണ്ടന്റ് ടൈപ്പ്, വീഡിയോസ്, ഷോർട്സ്, ലൈവ് സ്ട്രീം എന്നിങ്ങനെ കുറെ ഓപ്ഷൻസ് വരും. അതിൽ എന്താണ് അതെല്ലാം ഓൺ ആക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഓൾ കണ്ടന്റ്, എല്ലാ കണ്ടന്റും എന്താണ് ഓൺ, ആ ഒരു ഓപ്ഷനും കൂടി ഓൺ ആക്കി വെക്കണം. അപ്പം അത് അപ്ഡേറ്റ്, യൂട്യൂബ് റെഗുലർലി അപ്ഡേറ്റ് തരും നമുക്കത്. ഇത് ഇത്രയും ഓൺ ആക്കി വെക്കുക. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് പിന്നെ നമ്മൾ ബാക്ക് അടിച്ച് വരിക. എന്നിട്ട് നമ്മുടെ ആ ഒരു വൈറ്റ് സ്റ്റുഡിയോയുടെ ആ കോർണറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന നമ്മുടെ ചാനലിന്റെ താഴെ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ എടുക്കുക. സെറ്റിംഗ്സ് ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് പുഷ് നോട്ടിഫിക്കേഷൻ കാണും. ആ പുഷ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓൺ ആക്കി വെക്കുക. മുഴുവൻ കാര്യങ്ങൾ അതിനകത്ത് വരുന്നത് കമന്റ്സ്, അനലറ്റിക്സ്, അച്ചീവ്മെന്റ്സ്, പോളിസി, ഏണ, അപ്ഡേറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അപ്പം ഒരു പക്ഷേ ഡോളർ ഇപ്പം മോണിറ്റൈസേഷൻ ആവാത്തവർക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. മോണി ആയി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു ഓപ്ഷൻ വരുന്നത്. അപ്പൊ അത് മുഴുവൻ ഓൺ ആക്കി ഇടുക. ഇത്രയൊക്കെ കാര്യങ്ങൾ വൈറ്റി സ്റ്റുഡിയോയ്ക്കകത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ ഞാൻ എനിക്കറിയാവുന്ന രീതി വെച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. പിന്നെ എന്താണ് ഡാഷ്ബോർഡ്, ആദ്യം നമ്മൾ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഡാഷ്ബോർഡിൽ അറിയാമല്ലോ നമുക്ക് നമ്മുടെ ടോട്ടൽ സബും ചാനൽ അനലിറ്റിക്സും ഒക്കെയാണ് വരുന്നത് അവിടെ. അത് എല്ലാവർക്കും അതുപോലെ തന്നെ ആയിരിക്കും. പിന്നെ കണ്ടന്റ്, രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടന്റ് ആണ്. ഈ ഒരു കണ്ടന്റും നമ്മൾ അപ്ലോഡ് ചെയ്ത കണ്ടന്റ് എന്തൊക്കെയാണോ അതിനെല്ലാം നമ്മൾ അവിടെ കാണിക്കുന്നതാണ്. അവിടെ വെച്ചിട്ട് നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്താവുന്നതാണ്. എന്ത് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് നടത്താവുന്നതാണ്. പറയാനാണെങ്കിൽ പിന്നെന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന വീഡിയോസും ഷോർട്സും എല്ലാം തന്നെ അതേപോലെ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പാടില്ല. കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അബദ്ധങ്ങളൊന്നും കാണിച്ച് ചാനലിനെ കളയാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെന്താണ്, റീയൂസ്ഡ് കണ്ടന്റുകളൊന്നും വരാൻ പാടില്ല. അതിപ്പോ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ദൈവം സഹായിച്ച് എന്റെ ചാനൽ മോണിയാവുന്ന സമയത്ത് എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം കുറെ പേരുടെ ഒരു പരാതിയാണ്, നമ്മൾ അപ്ലോഡ് ചെയ്ത ഷോർട്സ് പിന്നെന്താണ് മ്യൂട്ടഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു എന്നുള്ളത്. അത് ശരിയാണ്, എനിക്കും കാണിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ 90 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇട്ട ഒരു ഷോർട്സ് ഇട്ട് 90 ദിവസത്തിന് ശേഷം അതിന്റെ ആ ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ പോകും. പിന്നെ നമ്മൾ ആദ്യം തൊട്ടിട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് വേണം ആ വ്യൂസിനൊപ്പം കൊണ്ട്. അപ്പൊ വ്യൂസിലൂടെ മോണി ആവുന്നതെന്ന് പറഞ്ഞാൽ വളരെ ടാസ്ക് ഉള്ള ഒരു കാര്യമാണ്. അതിന് ഏറ്റവും ഫലപ്രദമായ മാർഗം എന്ന് പറഞ്ഞാൽ ലൈവ് സ്ട്രീമാണ്. ലൈവ് സ്ട്രീമിലൂടെ നിങ്ങൾ പിന്നെ ചാനലിന്റെ ആ ഒരു ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മോണിയായി വരാനായിട്ട് സാധിക്കും. വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ അധികം പ്രയാസങ്ങളൊന്നും തന്നെ നമുക്ക് ഉണ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങളെ വ്യൂസിലൂടെ ആണെങ്കിൽ അതിന് ഞാനൊക്കെ ആദ്യം മോണി ആയത്, ഹാഫ് മോണി ആയത് ഷോർട്സിലെ വ്യൂസ് കൊണ്ട് മാത്രമാണ്. പക്ഷെ പിന്നീട് എനിക്ക് വാച്ച് അവറാണ് ഫുൾ മോണിക്ക് പ്രയോജനപ്പെട്ടത്. വാച്ച് അവർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് പോവുക. വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നമുക്ക് അനുയോജ്യമായ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. വ്യൂസ് നല്ലതാണ്, പക്ഷെ നമ്മൾ ആ വ്യൂസ് അതേപോലെ കണ്ടിന്യൂ ചെയ്തില്ല എങ്കിൽ നമ്മൾ വീണ്ടും ഇറങ്ങിപ്പോവും. ആ വ്യൂസ് കയറിയത് അതുപോലെ ഇറങ്ങിപ്പോവും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ ഞാനിത് ടോട്ടലി ഓടെ ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാൻ പഠിച്ച കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് ഇഷ്ടമുണ്ട്. ഞാൻ പറഞ്ഞുതരും. അതേപോലെ തന്നെ അപ്പോൾ ഇന്ന് ഞാനിപ്പോ പ്രധാനപ്പെട്ടതായിട്ട് വന്നത് എന്റെ സെക്കൻഡ് ഏണിങ്സിന്റെ കാര്യം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളെ കളിയാക്കുവരോട് എനിക്ക് പറയാനുള്ളതാണ്, ഞങ്ങൾക്ക് സെക്കൻഡ് ഏണിങ്സ് വന്നു എടുത്തു. അപ്പോ ഒരുപാട് സന്തോഷം. ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട്. അതേപോലെ തന്നെ എന്താ പറയാ, ഇപ്പോഴും ഞാൻ ഈ പറഞ്ഞില്ലേ ഈ ഒരു ഇതിൽ നിന്ന് ഞാനത് പിന്നോട്ട് വലിഞ്ഞാണ്, വേണ്ട നിർത്താന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷെ എനിക്ക് മനസ്സിലായി, നിന്ന് കഴിഞ്ഞാൽ പ്രയോജനം തന്നെയാണ്. നമ്മൾ ഏതൊരു ജോലിയും കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഫലം കിട്ടും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടി തന്നെയാണ് ഞാൻ ഇത്രയും വരെ ആയി നിൽക്കുന്നത്. എനിക്കറിയാം, ഞാൻ ചാനൽ തുടങ്ങിയത് വെറും 28 സബ്സ്ക്രൈബറിൽ തുടങ്ങിയ ഞാനാണ്. വളരെ പെട്ടെന്ന് തന്നെ അത് 500 മാറി, 1000 മാറി. പിന്നെ അങ്ങോട്ട് എന്റെ ഒരു ഭയങ്കര ഒരു ഗ്രോത്ത് എന്ന് തന്നെ പറയായിരുന്നു കേട്ടോ. ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ എന്നെ ഇത്രയും വരെ എത്തിച്ചത് നിങ്ങളുടെ ഒരൊറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്.
എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. ഇനി അങ്ങോട്ടും എന്റെ ചാനലിന്റെ വളർച്ചയ്ക്ക് നിങ്ങളുടെ ആ ഒരു എന്താ പറയാ സപ്പോർട്ട് കൂടിയേ തീരും. നിങ്ങളില്ലാതെ എനിക്ക് എന്റെ ചാനൽ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇനിയും അങ്ങോട്ടുള്ള എന്റെ വളർച്ചയിൽ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്രധാനമായും ഞാൻ പറയാവുന്നത് ഈ മോണിറ്റൈസേഷൻ ഓക്കെ ആയി, സെക്കൻഡ് ഏണിങ്സ് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ചാനലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാം തന്നെ ഇത് നിർത്താതെ ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെ ശ്രമിക്കുക. നമ്മളുടെ വഴികളിൽ കല്ലും മുള്ളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ തരണം ചെയ്ത് പോകുന്നതിലാണ് നമ്മളുടെ ആ ഒരു മിടുക്കെന്ന് പറയുന്നത്. കളിയാക്കിയവർക്ക് മുമ്പിൽ നിവർന്നു നിന്ന് നട്ടൻ നിവർത്തി നിന്ന് പറയാൻ നമുക്ക് ഞാൻ നേടിയെടുത്തു എന്നൊരു വാക്ക് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഏത് ഒരു ഇതിനാലും സ്ട്രഗിൾ ചെയ്യാതെ നമുക്കൊന്നും നേടിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സിനും ഞാൻ എല്ലാവരോടും പറയാണ്, നിങ്ങൾ ഇതുപോലെ തന്നെ മീൻസ് നിർത്തണമെന്ന് പലർക്കും തോന്നൽ വരും കേട്ടോ. അപ്പം നിർത്താതെ മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിലുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.